മെസ്സിയെ കൊണ്ടുവരിക എന്നതിലുപരി കേരളത്തിൽ നിന്ന് പുതിയ മെസ്സിമാരെ വാർത്തെടുക്കുക എന്നൊരു ലക്ഷ്യമായിരുന്നു വെക്കേണ്ടിരുന്നത്. പക്ഷേ ഒരു വലിയ തട്ടിപ്പാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദം തീർച്ചയായും നമ്മുടെ സ്പോർട്സ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണകരമല്ലാത്ത വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ആദ്യം തന്നെ ഈ ചർച്ചയിൽ ഒരു പ്രതിനിധി എന്ന നിലയിൽ AVF-ന്റെ സംസ്ഥാന സെക്രട്ടറി ാനുള്ളത്, ഈ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം. ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ്. ആരാണ് ഇതിനകത്ത് തട്ടിപ്പ് നടത്തിയത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്? സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പണം ചെലവഴിച്ചിട്ടുണ്ടോ? സർക്കാരിന്റെ ഏതെങ്കിലും പണം ഇതിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ സംഘടനകളോ ഇതിനകത്ത് ഈ തട്ടിപ്പിനകത്ത് പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായമാണ് AVF-നുള്ളത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ നാളുകൾ. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ കായിക മന്ത്രി കഴിഞ്ഞ ലോകകപ്പ് ജയിക്കുന്ന സമയത്താണ് കേരളത്തിന്റെ കായിക മന്ത്രി അർജന്റീനക്ക് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു കത്തയക്കുന്നത്. ആ കത്തയക്കുക മാത്രമല്ല, ആ അർജന്റീനൻ ടീമിനെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ AFA ആണ് അവരുടെ കളികളും അല്ലെങ്കിൽ അവരുടെ ഏതെല്ലാം രാജ്യങ്ങളിൽ പോകണം എന്നെല്ലാം തീരുമാനിക്കുന്നത് അവരാണ്. അപ്പൊ സ്വാഭാവികമായും ആ കത്തിന് മറുപടി വന്നു. കേരളത്തിലെ കായിക വകുപ്പിന് ആ കത്ത് അവർ തിരിച്ചയച്ചിരുന്നു. കേരളത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ സ്പോൺസർമാരായി അന്ന് അതിന്റെ സ്പോൺസർഷിപ്പിലേക്ക് വരുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനാണ്. അവരാണ് അതിനെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ എന്നാൽ പിന്നീട് അതിനകത്ത് ഗവൺമെന്റ് ഒരിക്കലും AFA ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു എഗ്രിമെന്റ് ഏർപ്പെടുകയോ ഏതെങ്കിലും തരത്തിൽ പണം ചെലവഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന് അവരുമായി ഉണ്ടാക്കിയ ഒരു ധാരണ നടപ്പിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് പിന്നീട് റിപ്പോർട്ടർ ചാനൽ അല്ലെങ്കിൽ റിപ്പോർട്ടർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്നതും അവരെ ഇതിനകത്ത് സഹകരിപ്പിക്കുകയും അവരെ സ്പോൺസർമാരായി തീരുമാനിക്കുകയും ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ റിപ്പോർട്ടർ TV ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് തരത്തിലും ഗവൺമെന്റ് ജിയോ ഇറക്കുകയുണ്ടായി. ആ ജിയോ ഇറക്കിക്കൊണ്ട് ഏത് തരത്തിൽ വേണമെങ്കിലും ഈ സ്പോർട്സ് മേഖലയെ അല്ലെങ്കിൽ അർജന്റീനൻ ടീമിനെ ഇവിടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുവാൻ കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകുകയാണ്. ഇപ്പൊ ഈ ചർച്ച ഇവിടെ നടക്കുന്ന സമയത്ത്, തട്ടിപ്പിനെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്ന സമയത്ത് പോലും ₹1 പോലും കേരളത്തിലെ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ₹1 പോലും ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെലവഴിച്ചിട്ടുണ്ട് എങ്കിൽ ആരെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുപടി ഞാൻ കൃത്യമായിട്ട് പറയാം. അങ്ങനെ ₹1 പോലും ഗവൺമെന്റ് ഇതിനകത്ത് ചെലവഴിച്ചിട്ടില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മന്ത്രിയുടെ വിദേശ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു വിവാദ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. മന്ത്രി അർജന്റീന ടീമിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രമല്ല വിദേശത്തേക്ക് പോയത്. അദ്ദേഹം മാഡ്രിഡിൽ സന്ദർശനം നടത്തുന്ന സമയത്ത് ക്യൂബയുമായി കേരളം കരാറുണ്ടാക്കിയിട്ടുണ്ട്. കോച്ചുമാരെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറുണ്ടാക്കിയിട്ടുണ്ട്. AC മിലാനുമായി കേരളത്തിലെ ഫുട്ബോൾ മേഖലയെ കായിക പ്രേമികളുടെയും അവരുടെ എല്ലാം ഇതിനനുസരിച്ചിട്ട് കേരളത്തിലെ ഫുട്ബോൾ മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് AC മിലാനുമായി കേരളത്തിലെ ഗവൺമെന്റിന് കരാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി അവരുമായിട്ടുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടാണ് മാഡ്രിഡ് സന്ദർശനം മന്ത്രി നടത്തുന്നത്. അവിടെ വെച്ചാണ് AFA-യുടെ പ്രതിനിധികളെ കാണുന്നതും മന്ത്രി ചർച്ച ചെയ്യുന്നതും. അപ്പൊ അതിനുവേണ്ടി മാത്രം പോയി എന്നുള്ളത്, അതെല്ലാം നമുക്കൊരു വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന രേഖ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടെല്ലാം ഉള്ളത്. അപ്പൊ എവിടെയാണ് ഇതിന്റെ തട്ടിപ്പ് നടന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശരി, ഒരു തരത്തിൽ ഞാൻ വരാം.